പക്ഷേ ഭാഷ ഒരു പ്രശ്നമാണ്. എങ്കിൽ തന്നെ രാമായണം പറയുമ്പോൾ മലയാളത്തിൽ അത് പറയണമെന്ന് വെച്ചിട്ട് അത് ട്രൈ മലയാളം ശ്രീരാമൻ വനത്തിലേക്ക് പോയി ഗുഹന്റെ രാജധാനിയിലെത്തി. ഗുഹൻ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. അർജുനെ പോലെ ലക്ഷ്മണനെ പോലെ ശത്രുഘ്നെ പോലെ ശ്രീരാമചന്ദ്രൻ വളരെ വാത്സല്യപൂർവ്വം പരിപാലിച്ചുകൊണ്ടിരുന്ന ഒരു അടിയനാണ് ഗുഹൻ. ഗുഹൻ അവിടുത്തെ ട്രൈബൽ കിങ്, tribal king. He was the all in all in the management of the tribals. So he had a mansion there under Kottara. Bhagavan Sriramachandranum Sitadevi Krishnan അവിടെത്തി. അവിടെ എത്തിയപ്പോൾ ഗുഹന് ഒരു ബോധോദയം. ദശരഥ മഹാരാജാവ് 14 വർഷം കാട്ടിൽ താമസിക്കാനാണല്ലോ ശ്രീരാമനോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാട്ടിലാണ് നമുക്ക് ശ്രീരാമചന്ദ്രൻ വേറെ എങ്ങും പോകണ്ട, ഇവിടുത്തെ എൻ്റെ കൂടെ താമസിച്ചാണ്, വനത്തിലാണ് താമസം. അപ്പോൾ വളരെ ഉത്സാഹത്തോടുകൂടി ശ്രീരാമചന്ദ്രനോട് പോയി പറഞ്ഞു, അങ്ങനെ ഇവിടെ എങ്ങും പോകണ്ട, ഇത് വനമാണ്, വനത്തിൽ താമസിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 14 വർഷം ഇവിടെ തന്നെ താമസിക്കണം. ഞാനെൻ്റെ അങ്ങയുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. വളരെ സന്തോഷത്തോടുകൂടി ശ്രീരാമൻ ഗുഹ പറഞ്ഞത് കേട്ടു. ഗുഹയുടെ സ്നേഹത്തെക്കുറിച്ച് അറിയാം, ഗുഹനെ കുറിച്ചൊക്കെ അറിയാം. ലക്ഷ്മണനെ പോലെ അത് അനുജനാണ്, ഭർത്താൻ കുടുംബം. അപ്പോൾ ശ്രീരാമചന്ദ്രനെ പറഞ്ഞു, you are right. We are in the forest. I am supposed to stay in the forest for 14 years. And you want me to spend these 14 years in your palace. അപ്പോൾ അച്ഛൻ പറയുന്ന കാര്യം ഇപ്പം നടക്കും. പക്ഷെ ഒരു കാര്യം, വനത്തിൽ താമസിക്കാനാണ് അച്ഛൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. കൊട്ടാരത്തിൽ താമസിക്കാൻ അല്ല പറഞ്ഞത്. വനത്തിൽ വനശാലയിൽ യാതൊരു എവിടെയോ മനുഷ്യനൊന്നും പാടില്ല. വനശാലയിൽ വനത്തിൽ തന്നെ താമസിക്കാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഗുഹൻ പറഞ്ഞത് സന്തോഷവും സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ I will not stay here because the spirit of what my father said. So I will stay in the forest for so പറയാൻ മറുപടി ഒന്നില്ലല്ലോ. ഭഗവാൻ സ്ഥിതിയല്ലേ. അപ്പോ ഒരു കാര്യം ചെയ്യണം. 14 വർഷത്തെ വനവാസ കാലത്ത് എന്നെ കൂടെ കൊണ്ടുപോകണം, ഞാൻ കൂടെ വന്നോളാം. ഞാൻ അങ്ങേയും വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളാം, അങ്ങയുടെ സേവ ചെയ്തോളാം, അങ്ങേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം, എന്നെ കൂടെ കൊണ്ടുപോകണമെന്നില്ല. അതും ശരിയാണ്. പക്ഷെ ഒരു കാര്യം, നീ ഇവിടുത്തെ രാജാവാണ്. 14 വർഷം ഞാൻ നിന്നെ ഇപ്പോൾ പോയി അറിഞ്ഞ് തിരിഞ്ഞാൽ, നമ്മുടെ സ്ഥാനത്തിൽ പോയി അറിഞ്ഞ് തിരിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഏകദേശം തീർന്ന പാർശ്വ. So
ഒരു അജണ്ട ഉണ്ടായിരുന്നു. വനത്തിൽ താമസിക്കുമ്പോൾ വനത്തിൽ താമസിക്കുന്ന സന്യാസിമാരെയും ഋഷിമാരെയും മഹാന്മാരെയും ഒക്കെ കാണണം. അവരുമായിട്ട് സംബന്ധിക്കുക. അവരുടെ ലൈറ്റുണ്ട് അവരവിടെ അവർ ജപിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ധ്യാനിക്കുകയാണ്. അത് ഓരോ അജണ്ടയില്ല. അങ്ങനെ ഭഗവാനെ ധ്യാനിച്ച് അവരുടെ മനസ്സ് നിർമ്മലമായി. വേറെ ഒന്നും ചിന്തയില്ലാതായി. ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത അല്ലാതെ വേറെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ നിരന്തരം വളരെ കാലം അവിടുത്തെ ഋഷിമാര്, കാരണം വനത്തിൽ താമസിക്കുന്ന ഋഷിമാരൊക്കെ ഭരദ്വാജമഹർഷിയായാലും എല്ലാ ഋഷിമാരും അങ്ങനെ ഒരു വൃതത്തിലായിരുന്നു. വനത്തിൽ താമസിക്കാൻ ഭഗവാനെ കാണിക്കുക, വേറെ അതെല്ലാം ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഞങ്ങളെ ഭഗവാൻ അനുവദിക്കുക, ഋഷിമാരെ കാണണം, മഹാത്മാരായ മുസ്ലികളെ കാണണം, സ്ഥലം കാണണം. പക്ഷേ ഉള്ളിൽ ശ്രീരാമചന്ദ്രന്റെ ഉള്ളിൽ ദുഷ്ടനിഗ്രഹമുണ്ട്. അതിനുവേണ്ടിയാണ് ഈ വനത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഇവര് പറയുന്ന പോലെ ഇവരുടെ കൂടുതൽ താമസിക്കാൻ പറ്റുന്നു. അങ്ങനെ ആദ്യമായിട്ട് വന്നത് ദൃശ്യയുടെ താമസം ആ സമുദ്രമാണ്. മഹാനായ ദൃശ്യ അവിടെ തപസ് ചെയ്യാണ്. വർഷങ്ങളായിട്ട് തപസ് ചെയ്യാണ്. തപസ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം തന്നെ ഭഗവാന്റെ ഈശ്വര ചിന്ത കൊണ്ട് മനസ്സ് നിറയ്ക്കുകയാണ്. ആ സമയം ഈശ്വര ചിന്ത മാത്രം ഉള്ളു. അങ്ങനെ ഉള്ള ഭഗവാനെ നിരന്തരം ധ്യാനിച്ചുകൊണ്ടിരിക്കുക. വീട്ടിലെന്താ ധ്യാനം പറ്റില്ലല്ലോ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ കൂടെ ഭഗവാനെ ധ്യാനിക്കുക. അപ്പോൾ അങ്ങനെ വീട്ടിൽ താമസിച്ചില്ല, ആശ്രമങ്ങളിൽ താമസിച്ച് അവരുമായിട്ട് അനുവദിക്കണം. അവര് ഈ തപസ്വികള് അവർക്ക് വേറെ അജണ്ട ഒന്നുമില്ല. ഈശ്വര ധ്യാനം മാത്രം. ശ്രീരാമചന്ദ്രൻ ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക, ശ്രീരാമനെ കുറിച്ച് ചിന്തിക്കുക. ആ കാലത്ത് എല്ലാവർക്കും സർവ ലോക വിദിതമാണ് ശ്രീരാമചന്ദ്രൻ. വിഷ്ണുവിന്റെ അവതാരമാണ്. വനത്തിൽ വന്ന് വനത്തിൽ താമസിക്കും. വനത്തിൽ താമസിക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം ദുഷ്ടനിഗ്രഹമാണ്. ഭഗവാന്റെ കൂടെ കഴിയണം എന്നുള്ള ആഗ്രഹത്തോടുകൂടിയാണ് ഉള്ളത്. അതിലൊരാളായിരുന്നു ഈ മഹർഷി.
ആദ്യമായി കാണുന്ന മഹർഷി ഭരദ്വാജ മഹർഷിയാണ്. ഭരദ്വാജ മഹർഷി വലത് താമസത്തോടെ കാല് പറയായി ഒരേ ഒരു ചിന്ത, ഒരേ ഒരു അജണ്ട. ഭഗവാൻ വരുമെന്നറിയാം. ആ ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിട്ടുള്ള ഒരു മഹർഷിയാണ് ഭരദ്വാജൻ. ആദ്യമായി ചെറുതാകുമ്പോഴാണ് ഭൂവനെ കൊട്ടാരത്തില്ല. അവിടെ ചെന്നു. അവിടെ നോക്കിയപ്പോൾ ആശ്രമത്തിലെ പ്രകൃതിക്കാരിമാർ അവിടെ ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കണ്ടു. ശ്രീരാമചന്ദ്രൻ അവിടെ പറഞ്ഞൊരു വിധിയാണ്, ഞാൻ മഹർഷിയെ കാണാമെന്നതാണ്, ഞാൻ രാമനാണ്, എന്റെ കൂടെ സീതാദേവിയുണ്ട്, എന്റെ കൂടെ ലക്ഷ്മണനുണ്ട്. പോയി ഋഷിയോട് പറയുകയാണ്, ഞങ്ങളുടെ കാത്തിരിക്കുന്നുണ്ട്. കണ്ടു. അന്ന് ആശ്രമങ്ങളിൽ സന്ദർശകർ വന്നാൽ 4 പേരാണ് വെള്ളം കൊടുക്കും. അന്ന് യാത്ര ചെയ്യുന്നവരെ നടക്കണം. ശ്രീരാമകൃഷ്ണൻ കുതിരാമൻ ബ്രഹ്മാർക്ക് പോയിരുന്ന രാമേശ്വരം വരെ വന്നു. നടന്നാ വന്നത്. അന്നത്തെ കാലത്ത് നടന്നു പോകുന്നത് അതൊരു പുണ്യമായിട്ട് കണക്കാണ്. അന്ന് ഋഷിമാരൊക്കെ നടന്നാ പോകുന്നത്. ശ്രീരാമചന്ദ്രൻ നടന്ന വനത്തിലൊക്കെ പോയി സഞ്ചരിച്ചത് നടന്നാണ്. ചെന്നുടനെ ഭരദ്വാജ മഹർഷി സന്തോഷമായി ഓടിച്ചെന്നു. കാലകഴി ശ്രീരാമൻ വേണ്ടി ആ ഋഷി സാധാരണ ഋഷിയായിരുന്നില്ല, സാമാന്യനായിരുന്നു. ജീവിതകാലം മുഴുവൻ വനത്തിൽ താമസിച്ചിട്ട് ശ്രീരാമചന്ദ്രൻ വരൂ എന്നറിയാം. അതിനുവേണ്ടി ശ്രീരാമചന്ദ്രൻ വരുമ്പോൾ ശ്രീരാമനെ നേരിട്ട് കാണാനും കണ്ണുകൊണ്ട് കാണാനും ഊഹിക്കാനും ഉള്ള സൗഭാഗ്യത്തിന് വേണ്ടി അവർ തന്നെ താമസിക്കാമോ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ വന്നിട്ട് ആശ്രമോപാന്റെ ദശരഥപുത്രനുണ്ട്. ശിഷ്യന്മാർ പറയാണ്, ആശ്രമോപാന്റെ ദശരഥപുത്രനുണ്ട്. ആശ്രിത മത്സര കാത്തു നിർത്തിയിട്ടുണ്ട്. നമുക്ക് we have 2 venerable guests. ദശരഥപുത്രനാണ് ശ്രീരാമൻ, സീതാദേവി, ലക്ഷ്മണൻ. അങ്ങനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കേൾക്കാത്ത പകുതി കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റു. ഭഗവാനെ കാണാനുള്ള ആഗ്രഹം കൂടി പെട്ടെന്ന് എഴുന്നേറ്റ് പൂജയുടെ സാധനങ്ങൾ
വേണ്ടി മാത്രം ഞങ്ങൾ തപസ് ചെയ്ത് ജീവിക്കാം. ആ തപസ്, ആ സൗഭാഗ്യം, എൻ്റെ തപസ്സുകൊണ്ട് എനിക്ക് ലഭിച്ച സൗഭാഗ്യം അങ്ങയെ കാണുക എന്നുള്ളതാണ്. അന്ന് ഞാൻ ആഗ്രഹിച്ച കാര്യം എൻ്റെ മുമ്പിൽ ഭഗവാൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. അതിൽ കൂടുതൽ സൗഭാഗ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനും ശ്രീരാമചന്ദ്രൻ പറയാൻ തുടങ്ങി, നാടാത്യാവാദത്തിന് പുറപ്പെട്ടു. അപ്പോൾ ഋഷി പറഞ്ഞു, ഭഗവാനെ എനിക്കെല്ലാം അറിയാം, അങ്ങയുടെ ചരിത്രം എല്ലാം അറിയാം. എങ്ങനെ ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് എങ്ങനെ കിട്ടി? അത് അങ്ങയെക്കുറിച്ചുള്ള നിരന്തരമായ ധ്യാനം കൊണ്ട്, അങ്ങയെക്കുറിച്ചുള്ള നിരന്തരമായ ധ്യാനം കൊണ്ട് എൻ്റെ മനസ്സിൽ മറ്റുള്ള ചിന്തകളൊക്കെ പോയി. ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത മാത്രം, ഭഗവാനെ കുറിച്ചുള്ള ചിന്ത മാത്രം. എനിക്ക് വേറെ ചിന്ത, അങ്ങേ എല്ലാവരും വേറെ ഒരു ചിന്തയില്ല. ആ ചിന്ത കൊണ്ട് തന്നെ അങ്ങയെക്കുറിച്ചുള്ള കഥകളൊക്കെ എനിക്കറിയാം. അങ്ങ് ശ്രീ പരമേശ്വരനും ദേവന്മാരും സാക്ഷാൽ മഹാവിഷ്ണുവിനോട് പ്രാർത്ഥിച്ച ലോകത്തിൽ അവതരിക്കണമെന്നും രാവണൻ മുതലായ രാക്ഷസന്മാരെ കൊന്നു കൊടുക്കണമെന്നും സന്ദർഭങ്ങൾക്ക് വാസിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്നും അതെല്ലാം എനിക്കറിയാം. ദശരഥ മഹാരാജാവിന്റെ പരിശ്രമം അദ്ദേഹത്തിന് രാജാവാകാനുള്ള അത് കൈകേയും മാതാവ് മുടക്കിയതും എല്ലാ കഥകളും എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ ധന്യനായി, എൻ്റെ ജീവിതം സഫലമായി, എൻ്റെ മനസ്സ് പരിപൂർണമായി. എൻ്റെ മനസ്സിൽ വേറൊന്നുമില്ലാത്ത ഈശ്വരനെ മാത്രം ചിന്തിക്കാം, ഈശ്വരനെ മാത്രം ചിന്തിക്കാം. അങ്ങനെ മനസ്സ് ശാന്തമായി, ശാന്തമായ മനസ്സിൽ മറ്റൊരു ചിന്തയില്ലാത്ത മനസ്സിൽ ഭഗവാനെ കുറിച്ചുള്ള അറിവ് നടന്നു. അപ്പൊ അങ്ങയെക്കുറിച്ച് എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെല്ലാം അറിയാം. ഈ വനമുണ്ടാക്കിയതും ശ്രീരാമൻ അങ്ങയെ വനത്തിലേക്ക് അയച്ചതും അതൊക്കെ എന്താ അറിയാം. അപ്പോൾ ശ്രീരാമചന്ദ്രന് സന്തോഷമായി. ശ്രീരാമചന്ദ്രന് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് ഇങ്ങോട്ട് പറയുന്നത്. ഋഷിമാരെല്ലാവരും തന്നെ ശ്രീരാമനെ ഒന്ന് കണ്ടുകൊണ്ട് കാണാൻ കാത്തിരിക്കുന്ന ആൾക്കാരാണ്. ശ്രീരാമൻ അവരുടെ മുമ്പിൽ മാനുഷ രൂപത്തിൽ എല്ലാവരും അവരെല്ലാവരും സുഹൃത്തികളാണ്. അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം മുഴുവൻ അവർക്ക് ലഭിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു നല്ല പരമാവധി ശ്രീരാമചന്ദ്രനും ആ പരിപാലന അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്നാണ് ഹരിദ്വാരൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ശ്രീരാമനെ കുറിച്ചാണ്. ശ്രീരാമൻ സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഭഗവാന്റെ ജീവിതം കാലങ്ങളിൽ വരുന്നതും അയോധ്യ വിടുന്നതും ആ വിശദാംശങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാം ഇവിടെ ഏകാന്തമായ ചിന്തകളുടെ ഏകദാത്മമായ ചിന്തകളുണ്ട്. പക്ഷെ ഒരു ചിന്തയും മനസ്സിലില്ലാത്തതുകൊണ്ട് ഈശ്വരനെ കുറിച്ചുള്ള ചിന്ത മാത്രമായിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല ബോധ്യമാണ്. ഞങ്ങളുടെ ജീവിതം പുണ്യമായി പരിപാലനമായി ഭഗവാനെ അനുകരിച്ചാൽ അങ്ങനെ ആദ്യത്തെ
താമസിക്കുന്ന ഋഷിമാരൊക്കെ ഭഗവാനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. മറ്റേ ചിന്തകളൊക്കെ പറന്നു നമ്മൾ ധ്യാനിക്കാനിരിക്കുമ്പോൾ ജപിക്കാനിരിക്കുമ്പോൾ നൂറുകൂടെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ. പക്ഷെ ഇവരെ ഈ മനുഷ്യന്മാർ ആനന്ദത്തിൽ ശ്രീരാമചന്ദ്രനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമചന്ദ്രനെ മാത്രം ചിന്തിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രനെ മാത്രം വേറെ ഒരു തെറ്റായിരുന്നു. അടുത്തതായിട്ട് ശ്രീരാമചന്ദ്രൻ വേറെ ദൃഷ്ടിയൊക്കെ കാണുന്നതാണ്. ബന്ധത്തിലായ ദൃഷ്ടി വാൽമീകി ഇവിടെ രാവിലെ ഉദാഹരണം ചെയ്ത് ഉഷർത്തി മുനിമാരുമായി മാനവിക ആശ്രമത്തിലേക്ക് പോവുകയാണ്. മാനവിക ആശ്രമത്തിലേക്ക് വളരെ ആശ്രമം, വലിയ ആശ്രമം. ഈ ഭരദ്വാജുള്ള ശിഷ്യന്മാരാണ് അദ്ദേഹത്തിൻ്റെ മാനവിക ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് മനോഹരമായ വലിയ ആശ്രമം, വൃക്ഷങ്ങൾ, ധാരാളം ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ, ധാരാളം ഉണ്ടാകുന്ന ചെടികൾ, മരങ്ങൾ, ആടുകൾ, എല്ലാവരും ഒത്തുചേർന്ന മനോഹരമായ അന്തരീക്ഷം. അവിടെ ചെന്ന് ഋഷിമാരുടെ ധാരാളം ഋഷിമാരോട് ഉള്ളതാണ്, ഋഷികുമാരന്മാരോടുള്ളതാണ്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ശ്രീരാമചന്ദ്രനെ മൊത്തം മാറി. അറിയാൻ പാടില്ലാത്ത സ്ഥലത്തെ കണ്ടവരുന്നത് വാൽമീകിയുടെ ആശ്രമത്തിലേക്കാണ് വരുന്നത്. വാൽമീകി ആരാണെന്ന് പരസ്പരം അറിയാം. വാൽമീകിക്ക് അറിയാൻ ആരാണ് വർദ്ധിക്കുന്നത്, വാൽമീകിക്ക് അറിയാം, ഭഗവാനും അറിയാം. വാൽമീകി കഥ വിശദമായിട്ട് പറയുന്നത് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചതാണ്. തപോനിഷ്ഠമായ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചാണ്. പക്ഷേ മനസ്സ് മാറി ഭോഗരാഗതനായിട്ട് കഴിയില്ല. ഒരു തരുണിയെ കഴിക്കാൻ 49 കല്യാണം കഴിച്ച കുഞ്ഞുങ്ങൾ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് അവരെ തീറ്റിപ്പെട്ടണമെന്ന് കാടല്ലേ, അവിടെ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഈ ആ കാരണത്തിൽ കൂടെ വലിയൊരു വഴി ആ പ്രധാനത്തിൻ്റെ ആഴം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അവിടെ നല്ല റോഡൊന്നുമില്ല, നടക്കണം മഹിളാപുരമായി അങ്ങനെ ഉള്ളൊരു സ്ഥലം. അവിടെ ഈ ബ്രാഹ്മണൻ നാടുമായിട്ട് പരിചയപ്പെട്ടു, നാടുമായിട്ട് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ കരുണിയെ വിവാഹം കഴിച്ചു. ധാരാളം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം നടത്തുമ്പോൾ അദ്ദേഹത്തിന് വേറെ ഒരു വഴിയില്ലാത്ത. അപ്പോൾ ആ കാട്ടിൽ കൂടെ, ആ മഹാപ്രതാപത്തിലുള്ള വഴിയിൽ കൂടെ ധാരപ്പെട്ട ഒരു വഴിയാണ്. അതിൽ കൂടെ യാത്രക്കാർ പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും പോകും, നടന്നു പോകും. അപ്പോൾ ഇദ്ദേഹം വിചാരിച്ചത് ഇങ്ങനെ പോയി വഴിപോക്കരുടെ
കുഞ്ഞുങ്ങളെ നോക്കേണ്ട ബാധ്യത വന്നപ്പോൾ അതെല്ലാം വന്നു. ഇവിടെ വെളിപ്പൊക്കലെ പിടിച്ചു പറിക്കുകയും കുട്ടികൾ അവരുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ടാവും എല്ലാം പിടിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്ത് ആരെയും മക്കളെ നോക്കിക്കൊണ്ട് അങ്ങനെ ജീവിച്ചു. അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്താണ് 7 ഋഷിമാർ സപ്തർഷികൾ അതുവഴി വന്നു. സപ്തർഷികൾ അവരെ വന്നപ്പോൾ ഇദ്ദേഹത്തെ വലിയ സന്തോഷമായി. 7 പേരുണ്ട്. അവരുടെ എല്ലാവരും എന്തെങ്കിലും ഉണ്ടാവില്ല. എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാൻ വയ്യ. എന്തെങ്കിലും ഉണ്ടാവും. കൂടി കൂടി അവരെ അങ്ങയുടെ കയ്യിലുള്ളതല്ല ഇല്ല. അപ്പോൾ എന്തിനത് അവരെ കുഞ്ഞുങ്ങളെ വളർത്താൻ എനിക്ക് അച്ഛന അവരെ തീറ്റി പോകേണ്ട ഒരു കടവാണ്. That cannot be as salary. And I have to do it. So I will take away all that you have. Shrimare, purchase, and then basic character is excellent. But the method has gone wrong. Said that, yeah. ഇതിനോട് കാര്യം ചോദിച്ചില്ലേ, ഈ മഹാഭാഗം ഉപയോഗിക്കുന്നു വഴികൊക്കെ എപ്പോഴും പഠിക്കുകയും അവരുടെ സ്വത്തെല്ലാം പഠിക്കുകയും പ്രകൃതിയുടെ കാര്യങ്ങളൊക്കെ ജീവിതം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അവരോട് കാര്യം ചോദിക്കാമോ, നീ ചെയ്യുന്ന ദുഷ്ട കൃത്യങ്ങൾക്കൊക്കെ അത് വിശ്വസിക്കാറുണ്ട്. അത് അതിന്റെ ഫലം അവർക്ക് വേണ്ടിയാണെന്ന് ചെയ്യുന്നത്. അതിൻ്റെ ഫലം നിങ്ങൾ അംഗീകരിക്കുമോ, നിങ്ങൾ സ്വീകരിക്കുമോ, നിങ്ങൾ പങ്കാളികളാകുമോ? പോയി ചോദിക്കാൻ പറ്റും. ചോദിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഋഷിമാരുടെ ഗൗരവവും ഋഷിമാരുടെ മനസ്സിലാക്കി മനസ്സിലാക്കാനല്ലോ വാൽമീകി ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. വീട്ടിൽ പോയി ചോദിച്ചു, നിനക്ക് വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഗുരുവിടെ പ്രത്യേകങ്ങളൊക്കെ ചെയ്തത്. നിങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്നതിൻ്റെ പാപഫലങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ തന്നെ, നിങ്ങൾക്ക് വേണ്ടി തന്നെ. അവരെ പറഞ്ഞു, അങ്ങനൊന്നല്ല, അങ്ങ് എൻ്റെ ഭർത്താവാണ്, അങ്ങ് ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. ഞങ്ങൾക്ക് അല്ലതൊന്നുമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി എല്ലാം ചെയ്തതാണ്. അത് എങ്ങനെ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അറിയണ്ട. ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കണം. അതങ്ങനെ അങ്ങ് ഞങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വഴികൾ അങ്ങ് അർപ്പിച്ച് പഠിച്ചോ അതൊന്നും ഞങ്ങൾക്ക് ഭാഗമല്ല. We don't care for it. That's your duty. What we want is that we should be looked after very well by you. My whatever needs you do it. ഇപ്പോഴാണ് വളരെ ഒരു ബോധോദയം അതിനെ ഇത്രയും കഷ്ടപ്പെട്ടു, ഇത്രയും വിഷമതകൾ ഉണ്ടാക്കുന്നു, മനുഷ്യ ജീവിതത്തിലുള്ള ഇഷ്ടകാര്യം ഇത്രയും ചെയ്യുന്നു. അപ്പൊ ഇവരെ അതിന്റെ ഗുണഭോക്താക്കളായ ഭാര്യ മക്കളും അവര് പറയുന്നത് അവർക്ക് അതിന്റെ യാതൊരു ബന്ധമില്ലാത്ത. അത്
ലക്ഷ്യമാർ വൈകിക്കുന്നുണ്ടായിരുന്നു. വാക്ക് കൊടുത്താൽ അത് അങ്ങനെ ലക്ഷ്യമാർ വൈകിക്കുന്നുണ്ടായിരുന്നു. വന്യകി ഭാഷി അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഭാര്യ മക്കൾ പറയുന്നത് ഇങ്ങനെയാണ്. അവരെ നോക്കേണ്ട ബാധ്യത എനിക്കാണ്. അവർക്ക് യാതൊരു കടമയില്ല. റോൾ ഇല്ല. മൈൻഡ് in what way you do is your business. We don't have to care. We don't have to know it. And we will not share the result bond of you. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയിൻ്റെ വന്നത്. ജീവിതകാലം മുഴുവൻ ദുഷ്ടകൃത്യങ്ങൾ ചെയ്ത് ആകെ വഴിയൊക്കെ അവരുടെ താങ്കളൊക്കെ ആരെയും മക്കളും നോക്കിയപ്പോൾ പലയും മക്കളും ആദ്യത്തെ അതിൻ്റെ യാതൊരു ബന്ധവുമില്ല. അവരതിൻ്റെ ഭാഗവാക്കുകളല്ല. അതിൻ്റെ പതിൻ്റെ ഭാഗവാക്കുകൾ ഞാൻ മാത്രമാണ്. ഞാൻ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഒരു മക്കളാണ്. പക്ഷേ അവരുടെ അച്ഛനായി പോയതുകൊണ്ട് അവരുടെ മക്കളുടെ മക്കളെ മുഴുവൻ അമ്മയ്ക്കാണ്, അന്യക്കാണ്. ഞങ്ങൾക്ക് അതിന് യാതൊരു റോളില്ല. അപ്പോഴാണ് ഇത് മാറ്റിയായില്ല. ഒരു ബോധോദയ കാര്യത്തെ നമുക്ക് വീണ്ടും ജീവിച്ചു ഓൾറെഡി ഇതെല്ലാം ചെയ്തു. പക്ഷെ അവർക്ക് എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇത് യാതൊരു ഭാര്യയായതുകൊണ്ടും മക്കളായതുകൊണ്ടും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് അവർ പറയുന്നു. ശരിയായിരിക്കാം. പക്ഷെ ഇനിയും മതി, ഇനിയും വയ്യ. തിരിച്ചെത്തി ഭാഷമാരുടെ അടുത്തെത്തി. എൻ്റെ ഭാര്യയും മക്കളും പറയുന്നത് ഇങ്ങനെയാണ്. അവർക്ക് യാതൊരു ചുമതലയില്ല. അതിന് എൻ്റെ ചുമതലയിൽപ്പെട്ടാണ് രക്ഷിതാക്കളുള്ളത്. അവരെ അതിൻ്റെ ഗുണദോഷങ്ങളിൽ പങ്കാളികളാവില്ല. അവർക്കത് അറിയണ്ട. അവർക്ക് അവരെ പരിപാലിക്കുന്ന അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അവരുടെ കർത്തവ്യത്തിലുള്ള ചുമതലയാണ്. അപ്പോഴാണ് ഋഷിക്ക് ബോധോദയുണ്ടായ ഇത്രയും കാലം ഇത്രയും കൃത്യങ്ങൾ ചെയ്തു. അതിലൊക്കെ വളരെ ജ്ഞാനനുഭവിക്കും. അപ്പോൾ സപ്തർഷികൾ അത് നോക്കിയപ്പോൾ ആള് മോശമാണ്. വളരെ കണ്ണുകൾ അപൂർണിഷ്ടമായ ജീവിതം സദർശികൾ അവരങ്ങനെ ഉപേക്ഷിച്ചില്ല. അവരോട് അദ്ദേഹത്തിനോട് സപ്തർഷികൾ പറഞ്ഞു, വിദ്യ മതി, എൻ്റെ ജീവിതം മതിയാക്കാം. തപസ്സിന് പോകും. ഞങ്ങളൊരു സ്ഥലങ്ങളാണ് കാണുന്നത്. അവിടെ പോയിരുന്ന മരാതിരിക്കുകയാണ്. മരാതിരി ജനിച്ചുകൊണ്ടിരുന്നത് അത് രാമരാജാവും. മരാതിരിക്കുകയാണ് രാമരാജാവ്. അതിൽ ജനിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും നിങ്ങൾ ജനിച്ചുകൊണ്ടിരിക്കുക. വാൽമീകിക്ക് അതാണെന്ന് തോന്നി. കടന്നു തുടങ്ങി. രാമരാജൻ 10 പ്രാവശ്യം പറഞ്ഞാൽ രാമരാജാവും ഇദ്ദേഹത്തിന് രാമമന്ത്രം കൊടുത്താൽ അദ്ദേഹത്തെ അതിന് മര്യാദയില്ല, ലഭിക്കില്ല. ഇങ്ങനെ കൊടുത്താൽ അദ്ദേഹം മര്യാദ
ജപിച്ചോളൂ. രാമ 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 ജപിച്ചോളൂ. ആ രാമനാമങ്ങളുടെ ദൈവത്തിൽ മനസ്സ് പൂർണ്ണമായി മനസ്സിനെ മറ്റു ജില്ലകളൊപ്പം പോയി ശ്രീരാമനെ കുറിച്ചുള്ള ചിന്ത മാത്രം. അങ്ങനെ ജീവിച്ച് അങ്ങനെ ഇരിക്കുന്ന കാലത്ത് കണ്ണടച്ചിരിക്കാൻ ഋഷിമാർ ഭക്തന്മാരോട് എഴുതിയിട്ടില്ല. ഇന്ന് തത്വം എഴുതിയിട്ടില്ല. കുറേ വർഷങ്ങൾക്ക് ശേഷം ഋഷിമാർ തിരിച്ചു വന്നു സന്തോഷമായിട്ട്. അപ്പോൾ പറഞ്ഞു മതി, ഇനിയും എഴുതേക്കാം. ഒന്നും ചെയ്യണ്ട, കിട്ടേണ്ടതൊക്കെ കിട്ടി. ഈശ്വരനാമം കിട്ടി, രാമമന്ത്രം കിട്ടി, ശ്രീരാമനെ കിട്ടി. ശ്രീരാമനെ ഹൃദയത്തിൽ കാലത്തോടെ എല്ലാ സൗഭാഗ്യങ്ങളും അതുകൊണ്ട് തന്നെ കിട്ടും. തിരിച്ച് അവതരത്തേക്ക് മാറ്റുന്ന അങ്ങനെ ജപിച്ച് പരിപൂർണമായ ഒരു വ്യക്തിത്വമാണ് നാഗരം കണ്ടുപിടിച്ചു. ഭഗവാനാസ്പത്രിയിൽ കണ്ടുപിടിച്ചു. അവിടെ പോയി ശരിക്ക് ധ്യാനം തുടങ്ങി. ആ ജപത്തിലൂടെ ആ ജപത്തിന്റെ മഹിമാവ് കൊണ്ടാണ്, ആ മന്ത്രത്തിന്റെ മാഹാത്മ്യം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ മനസ്സ് പരിപൂർണമായി എല്ലാ കാര്യങ്ങളും പരിപൂർണമായ ഒരു മനസ്സിൽ മറ്റേ ചിന്തകളൊന്നും വന്ന് നമ്മെ തെറ്റിദ്ധാരുടെ മനസ്സിൽ ഈശ്വര ചിന്തയിൽ ആരോടെ കടങ്ങി വിടുന്നു. നിങ്ങൾക്ക് രാമകൃഷ്ണ ഭഗവാന്റെ ശിഷ്യന്മാരെ കുറിച്ച് നിങ്ങൾക്ക് വായിക്കണം. അവരുടെ ജീവിതം എങ്ങനെയാണ് പാകപ്പെട്ടത്, ജപത്തിൽ കൂടെ ജ്ഞാനത്തിൽ കൂടെ ആണ് അവരുടെ ജീവിതം പാകപ്പെട്ടത്. അവർക്ക് അങ്ങനെ ഒരു ബോധോദയുണ്ടായി. അവരുടെ ജീവിതം മുഴുവൻ അങ്ങനെ ആവാമെന്നുള്ള അറിവ് കിട്ടി. അങ്ങനെ ആ അറിവിൽ അവർ ജനിച്ചു ജീവിച്ചു. അവരെ മനസ്സ് ബ്രഹ്മപരമായി ചിന്താ തരംഗങ്ങൾ, ചെറിയ തരംഗങ്ങളിലൂടെ ഇല്ലാതായി. സുന്ദരമായ മനസ്സ്, പരിപൂർണമായ മനസ്സാണ്. ഋഷിമാരെ കാണും. ശ്രീരാമനെ കാണാൻ തന്നെ ശ്രീരാമൻ പോയി കണ്ട ഋഷിമാരൊക്കെ ഇവരുടെ ഋഷിമാരായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് study മലയാള ഭാഷയെക്കുറിച്ചും ആംഗ്ലിക ഭാഷയെക്കുറിച്ചൊക്കെ വായിക്കുന്നതും അറിയുന്നതും ചിന്തിച്ച് അവരെ എങ്ങനെ പരിപൂർണരായി ഉള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ ജീവിക്കേണ്ട ഒരു ഭാഗത്തിലാണ്. പറയാൻ ഇപ്പോഴാണ് പറയാനൊരു ഒരു മൂഡ് വന്നത്. നേരെ പറയണമെങ്കിൽ ഇംഗ്ലീഷ് വരും. രാമായണം ഇംഗ്ലീഷ് പറഞ്ഞാൽ അതിനൊരു വൃത്തമില്ല. അതുകൊണ്ട് മലയാളത്തിൽ എന്താ പറയാം? ഇന്നത്തെ വല്ല മലയാളം പറഞ്ഞില്ലല്ലോ.
15 വെച്ചതല്ല എല്ലാ മാസവും 10 മണിക്ക് പ്രസാദം